2025 ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളെല്ലാം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ജേണൽ പിന്തുടരുന്ന സിനിമകളായിരുന്നു. ഇപ്പോൾ ഗൗതം ദാസ് മേനോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, അതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. സ്മൈൽ മേക്കേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, വിനീത്, വിജയ് ബാബു തുടങ്ങിയ പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണറാണ് ഫോളോ ചെയ്തിരുന്നത്. സിനിമയുടെ ട്രെയിലറിൽ കണ്ട മാതിരി ഒരു മിസ്സിംഗ് പേഴ്സും ആ മിസ്സിംഗ് പേഴ്സിൻ്റെ ഓണറെ തിരഞ്ഞുള്ള പ്രധാന കഥാപാത്രമായ CI ഡൊമിനിക്കിൻ്റെ യാത്രയുമാണ് ചിത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. ചിത്രത്തിൻ്റെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ ഒരു ഓവർ ദ ടോപ്പ് ടൈപ്പ് ഹീറോ ക്യാരക്ടർ അല്ല, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലെല്ലാം എന്താ പറയുക, ഒരു സാധാരണക്കാരൻ്റെ റോളായിരുന്നു. ഒരു എക്സ്കോപ്പാണ്, ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന, അത്യാവശ്യം നല്ല ഒബ്സർവേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ സ്കില്ലുള്ള, അതിലത്തെ ആളുടെ തന്നെ ഡയലോഗ് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി എല്ലാം അവതരിപ്പിച്ച് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക ആളുടെ പെർഫോമൻസ് എല്ലാം. ഇപ്പോൾ ആക്ച്വലി ഈ സിനിമയുടെ കഥ വരുമ്പോൾ അതിലേക്ക് മെയിൻ ഇൻസിഡൻറ്റ് വന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണറാണ് സിനിമ. സോ അതിന് പിന്നാലെ പോകേണ്ടതാണ് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരുമ്പോൾ വരേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ ഒരു പ്രധാന ഇൻസിഡൻറ്റ് കാണിച്ച് അത് പല പല പോർഷനിലാണ് അതിനെ പിന്തുടർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ വേൾഡ് ബിൽഡിങ്, ഓരോ ക്യാരക്ടറിനെയും ബിൽഡ് ചെയ്ത് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ നല്ല ടൈം എടുക്കുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിനിടയിൽ വന്ന ഇത്രയും വലിയ ഗ്യാപ്പ് വലിയ വിരസമാകാതെ കൊണ്ടുപോയതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു പാട്ട് വരുന്നുണ്ട്. ഒരു പഴയൊരു തമിഴ് പാട്ടാണ് മാർഗരറ്റിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ വന്നിരുന്നു. മറ്റു കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. സിദ്ദിഖ്, വിജയ് ബാബു, വിനീത് എല്ലാവരും വന്നു പോകുന്നുണ്ട്. അത്ര ഗംഭീര പെർഫോമൻസ് ചെയ്യാനുള്ള റോളല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഡീസൻ്റായി ചെയ്തു പോയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും തോന്നിയത് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചില ആളുകളുടെ പെർഫോമൻസാണ്. എടുത്തു പറയുന്നില്ല, താരതമ്യേന പുതുമുഖങ്ങളാണ്. ചില ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കല്ലുകടി അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. അപ്പോൾ പ്രോപ്പറായിട്ട് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ പ്രധാന ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ പ്രേക്ഷകനും അതിനൊപ്പം സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറിൽ വരുന്ന ഒരു സിനിമയുടെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പ്രധാന ഇൻസിഡൻറ്റിലേക്ക് കടന്ന ശേഷം പല പല ഇൻസിഡൻസ് അതിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് സിനിമയുടെ ടോട്ടാലിറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നല്ലൊരു മികച്ചൊരു ക്ലൈമാക്സ് ഉണ്ടായാൽ മാത്രമേ ആ സിനിമ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയാൻ പറ്റൂ. ക്ലൈമാക്സ് അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ അതിലൊരു ട്വിസ്റ്റ് ഓർ സസ്പെൻസ് എന്ന് പറയുന്നത് അധികം സാധാരണ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സിനിമ കാണുന്ന ആളുകൾക്കും ഒരുവിധം ഊഹിച്ചെടുക്കാൻ പറ്റാവുന്ന ടൈപ്പ് ഒരു സസ്പെൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അവർ പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ, എസ്പെഷ്യലി റൈറ്റിങ്ങിൽ നിന്ന് തോന്നിയിരുന്നു. ഒരുവിധം മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫും ഇങ്ങനെ കാണാനായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ മ്യൂസിക് സൈഡ് വരുമ്പോൾ ദർബക് ശിവയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്നെ നോക്കി പായം തോട്ട മുതൽ നീ മുടിയുന്നി തുടങ്ങിയ നല്ല നല്ല തമിഴ് സിനിമകൾ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ്. പക്ഷേ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എസ്പെഷ്യലി BGM സ്കോർസിൻ്റെ പാട്ടിൽ അവർ ചിലതൊന്നും ഒട്ടും സീനിനോട് മാച്ചാവാത്ത രീതിയിൽ തോന്നിയിരുന്നു. ഓവറോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒരു ആവറേജ് ഔട്ടിംഗ് ആയിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസിന് വേണ്ടി ഒരു തവണ ടിക്കറ്റ് എടുത്ത് കണ്ട് വർക്കാവുന്ന ഒരു ചിത്രം. ഭാവിയിൽ അധികം ഡിസ്കഷൻ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത, നോർമലി നമ്മൾ കണ്ട് ശീലിച്ച രീതിയിലുള്ള ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം.
റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.